കേട്ടുക്കുന്നോ? നമ്മളെ കൂട്ടിൽ ഇന്നലെ നമ്മളെ കോഴിനെ പിടിച്ചത് ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാക്കുന്ന കോഴികളെ ആകെ നല്ല ഒച്ചപ്പാടാട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയുക, പുതിയ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ഥിരം വീഡിയോ ഇടുന്നുള്ളൂ. അപ്പോൾ ഓണത്തിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ദിവസം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും വലിയ തോതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഓണം കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. അന്ന് ഓണം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന ഒരു ദിവസമായിരുന്നു നമ്മളെ കോഴികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ അയച്ചു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്തായാലും കമന്റ്സ് അയക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കോഴികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും നമ്മളെ വീഡിയോസ് അധികം കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാട്ടോ നമ്മളെ കോഴി വളർത്തലിൽ ഒരുമിച്ച് നമ്മളിങ്ങനെ കോഴികൾ ഇങ്ങനെ ചത്തിടുന്നപ്പോൾ മാനസികമായിട്ട് തന്നെ എന്താ പറയാ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടോ. ഭയങ്കര വിഷമായിരുന്നു. ഇപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾ കണ്ടല്ലേ, വീഡിയോയിൽ കണ്ടല്ലേ. പിന്നെ നമ്മളെ ഈ കൂടിന്റെ ബേക്ക് ഭാഗത്താട്ടോ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ കൂടി ആട്ടോ നമ്മൾ ഈ ഒരു ഇത് ഉണ്ടായത്. അപ്പൊ ഞാനതൊക്കെ വീഡിയോയിൽ വഴിയെ പറയാട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് പേര് നമുക്ക് കമന്റ്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ പറയാ മരപ്പട്ടി, അതേപോലെ ഉടുമ്പ്, പെരിച്ചായി, അങ്ങനത്തെ കുറേ കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. നമുക്ക് വിഷമം ഉണ്ടായി പോയിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് കമന്റ്സ്, നമുക്ക് ആ ഒരു ആശ്വാസ വാക്ക് നമ്മളെ കമന്റ്സിലൂടെ അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് താങ്ക്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ കൂട് ഒന്നും കൂടി സെറ്റപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മളെ വീഡിയോസ് കാണുന്നവർ, സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മളിവിടെ നമ്മൾ വാടകയ്ക്കായിട്ട് നിൽക്കുന്നത്. അപ്പം അന്നപ്പോൾ നമുക്ക് ഒരു അടച്ചുറപ്പുള്ള കൂട് ഉണ്ടാക്കാന്ന് പറയാൻ നമ്മൾ കുറച്ച് പൈസ മുടക്കിയിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പോൾ വാടക നിൽക്കുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ. അപ്പൊ നമ്മളെ ഇവിടെ നമ്മളിപ്പോ നിൽക്കുന്നതിന്റെ തൊട്ട് താഴത്ത് തന്നെയാണ് നമ്മൾ സ്ഥലം വാങ്ങിയിട്ട്. അപ്പൊ അവിടെ വീട് പണിക്കുള്ള പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അറിയാലോ, നല്ല മഴയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ച് മണ്ണൊക്കെ അടിക്കണം. അപ്പൊ ബാക്കിയുള്ള പരിപാടി നടക്കും. അപ്പൊ അവിടെ ഒന്ന് സംഭവം ഒന്ന് സെറ്റ് ആയാലും നമുക്ക് അവിടേക്ക് കൂടെ ഒന്ന് നല്ല എന്താ പറയുക, നല്ല കൂട് തന്നെ ഉണ്ടാക്കായിരുന്നു വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കോഴിനെ ഇങ്ങനെ വളർത്തി നമുക്ക് ഇതേപോലെ നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരു വിഷമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂട് എന്താ പറയാ നമ്മളിങ്ങനെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലയൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തത്. പക്ഷെ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എങ്ങനെ സംഭവിക്കുന്നൊന്നും. ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ രാത്രി കാലങ്ങൾ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും പോയി താമസിക്കുക അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നൊന്നും വിചാരിക്കുന്നില്ല. പിന്നെ അതിന് മുമ്പ് ഞാൻ നമ്മളെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടുമ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടായത്. അന്നും സംഭവം എന്താണെന്ന് അറിയില്ല, ഉടുമ്പ് കയറി, അന്ന് വല ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അന്ന് ഉടുമ്പ് കയറിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പെരിച്ചായിന്റെ ഒരു ശല്യം നമ്മളെ ഈ ഒരു ഞാൻ നിൽക്കുന്നതിന്റെ മതിലിന്റെ താഴെ ഭാഗത്തുണ്ട്. പിന്നെ നമ്മളെ വലന്റെ ഉൾഭാഗത്ത് ആയിട്ടുള്ളത്. അപ്പോൾ പെരിച്ചായ ആണെങ്കിൽ പോലും കോയിനെ കൊന്നിട്ട് ആ കുഴിയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോലോ. ഇത് അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷെ ഇന്നലെ ഇത് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കുറെ കമന്റ്സിലൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ നമ്മളെ കോഴികൾക്ക് ഇതേപോലെ കോഴികൾ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മളെ കോഴിക്കോട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കോഴികൾ ഇനി എന്ത് ഒച്ചപ്പാടുണ്ടാക്കിയാലും നമ്മൾ പെട്ടെന്ന് നമ്മൾ കോഴിക്കോടിന്റെ അടുത്ത് എത്തി നമ്മൾ അതൊക്കെ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പറയുമ്പോൾ നമ്മളെ കൂടിന് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഇനിയും ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇപ്പൊ പട്ടികളെ ശല്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ വീട് ഭാഗത്തിന്റെ ചുറ്റും കാടൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇപ്പൊ വലയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കൂടിന്റെ ചുറ്റും കുറച്ച് അത്യാവശ്യം അവർക്ക് നിന്ന് തിരിഞ്ഞ് നടക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്, അങ്ങനെ ആക്കിയെടുത്ത് കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഇപ്പൊ പകൽ സമയം എന്തായാലും ഞാൻ ഇവിടെ, രാത്രി ആണെങ്കിലും നമ്മൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മൾ രാത്രി നമുക്ക് എവിടെയും പോയി താമസിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ പകൽ തന്നെയാണെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് അങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങാൻ തന്നെ പേടിയാവട്ടെ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് പിടിച്ചോണ്ട് പോകും, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി തുടങ്ങി. നമുക്ക് പുറത്തേക്ക് അയച്ചു വിടാൻ പറ്റാത്ത അവസ്ഥ, നമ്മുടെ വലിന്റെ ഉള്ളിൽ ഇട്ടുവിടാ, അങ്ങനത്തെ ഒരു ഇതാട്ടോ. കുറച്ച് കോഴിയാണെന്നും വലിയ പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് കോഴികൾ
കോഴികളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ മൊത്തത്തിൽ പയച്ചു വിടാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു എന്താ ചെയ്യാന്നുള്ള ഒരു ഇതാട്ടോ. അപ്പോൾ നമ്മൾ സ്വന്തം സ്ഥലം, പറഞ്ഞ പോലെ സ്വന്തം സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. കുറച്ച് പൈസയൊക്കെ മുടക്കിയിട്ട് നമുക്ക് ജസ്റ്റ് നല്ലൊരു കൂട് നമുക്ക് സെറ്റായി കൊടുക്കായിരുന്നു. ഇപ്പം അതിനും പറ്റാത്തൊരവസ്ഥയാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ല. അപ്പം അങ്ങനെ നിൽക്കാട്ടോ. അപ്പം എന്തായാലും ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്നലെ നടന്നൊരു സംഭവമാട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താട്ടോ. എന്താന്നൊക്കെ നമ്മളെ കൂട്ടിലേക്ക് വന്നൊരു അതിഥിയാട്ടോ. ഞാനത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചെറിയൊരു വീഡിയോ ഞാൻ വേഗം എടുത്തു വെച്ചതാട്ടോ. ചെറിയൊരു വീഡിയോ ഉള്ളൂ എടുത്തു വെച്ചാൽ. പിന്നെ ആകെ വെപ്രാളായി. ഞാനും കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീഡിയോ എടുക്കണോ അല്ലെ അതിനെ ശ്രദ്ധിക്കണം. നമ്മളെ കുഞ്ഞുങ്ങളാണെങ്കിൽ വലൻ്റെ ഉള്ളിൽ ഉണ്ടാനും. അപ്പം എല്ലാം കൂടി ആകെ ടെൻഷനായി, കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ ചെറിയൊരു വീഡിയോ അന്നപ്പോൾ എടുത്തു വെച്ചാട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, എന്താണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അതേപോലെ മുമ്പിൽ വന്നത്. അപ്പം എന്തായാലും വീഡിയോ കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. നിങ്ങൾ കോഴി വളർത്തുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു വീഡിയോ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ നിൽക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മുമ്പോട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുനോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരും അതേപോലെ കോഴി വളർത്തുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണട്ടോ. അപ്പോൾ ചക്കരെ ഞാൻ പറയുമ്പോൾ ഇത് ബോർഡ് പുറത്തേക്ക് തള്ളണം കേട്ടോ. ഞാൻ പറയുമ്പോൾ ആ പെട്ടീൻ്റെ ആ സാധനം കോയിന് അടച്ചു വെച്ചത് ഞാൻ പറയുമ്പോഴേ കോയിൻ്റെ ആ പലക തള്ളിയിടണം, കോഴികൾക്ക് പുറത്ത് പോകണം. കേട്ടുക്കുന്നോ? നമ്മളെ കൂട്ടിൽ ഇന്നലെ നമ്മളെ കോയിനെ പിടിച്ചത് ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാക്കുന്ന കോഴികളെ ആകെ നല്ല ഒച്ചപ്പാടാട്ടോ. ഞാൻ പറയുമ്പോൾ ചക്കരെ കൂടിൻ്റെ പലക തുറന്നിട്ട് കൂടിൻ്റെ പലക തുറന്നിട്ടോ. ആ തുറന്നിട്ടോ. അടുത്ത് ചക്കര ഇങ്ങോട്ട് വാ. ഇതാ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചക്കര അങ്ങോട്ട് വാ അടുക്കട്ടോ. കൂട്ടിലേക്ക് മെല്ലെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ആശാന്. ഇതാ നമ്മളെ ഓരൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. കോഴിമക്കളൊക്കെ കൂട്ടിലാട്ടുള്ളത്. ഇല്ലല്ലമ്മ, ആ കൂട്ടിലെത്തി. മുത്തോളം അങ്ങോട്ട് വരല്ലേ? അപ്പോൾ എന്താ പറയാ, നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. നമുക്ക് എന്താ പറയാ, ഒരു വിഷമം നമുക്കത് ആ ഒരു പേടിയും വിഷമം ഒക്കെ നമുക്ക് കുറച്ച് കാലത്തേക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള കോഴികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള കോഴികളെ എന്താ ചെയ്യാന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാം. നമ്മളെ കോഴി വളർത്തുന്ന ആൾക്കാരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഇനി മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ അറിയാലോ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം. ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ.